ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് പഴം വെച്ചിട്ടൊരു ഹൽവയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീട്ടിൽ നമുക്ക് പഴം കുറച്ച് കറുത്ത് തൊലിയൊക്കെ അങ്ങനെ കറുത്ത് കുട്ടികളൊന്നും കഴിക്കാതെ ഇരിക്കുകയാണെങ്കിൽ നമുക്കിത് ഉണ്ടാക്കാം, അല്ലാതെ ഉണ്ടാക്കാം. അങ്ങനെ നമുക്ക് പഴം പെട്ടെന്ന് നമുക്ക് ചിലവാക്കാനും പറ്റും. നല്ല ടേസ്റ്റിയാണ് പഴം ഹൽവ എന്ന് പറയുന്നത്. നല്ലൊരു സ്വീറ്റായിട്ട് നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കും നോക്കിയാലോ. ഞാനിവിടെ കുറച്ച് ആണ് ആദ്യം ഉണ്ടാക്കുന്നത്. ഞാൻ 2 പഴമാണ് എടുത്തിട്ട്, വലിയ 2 പഴമാണ്. അപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് അതൊന്ന് നുറുക്കി വെക്കുക. എന്തായാലും അത് അരച്ചെടുക്കാനുള്ളതാണ്. നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് കുറച്ച് പാൽ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 1/4 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം, അല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ട് ആദ്യം കുറച്ച് കാഷ്യൂ ഒന്ന് നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള കാഷ്യൂ ഇട്ട് കൊടുക്കാം, അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ആയി വരുമ്പോൾ ഒന്ന് കോരി മാറ്റാം. അതേ പാനിൽ നമ്മൾ അരച്ച് വെച്ചത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആ ഒഴിച്ചു കൊടുക്കുന്ന വീഡിയോ ക്ലിപ്പൊന്ന് മിസ്സായിപ്പോയി. അപ്പോൾ അരച്ച് വെച്ച ആ ഒരു മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ നെയ്യിൽ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒക്കെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്താൽ മതി. നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇടയ്ക്കിടയ്ക്കായി കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഹൽവ ആണല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ശർക്കര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 4 അച്ച് ശർക്കര ഉരുക്കിയതാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഓൾറെഡി ഉരുക്കി വെച്ചതാണ്. ഈ പഴം ശർക്കരയും കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഫുൾ ടൈം ഇളക്കണ്ട, എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. തീ എപ്പോഴും മീഡിയത്തിൽ വെക്കുക. ഇങ്ങനെ പൊട്ടി വരുന്ന പോലെ ഉണ്ടാവും. നമുക്ക് കുറച്ചൊരു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ എടുത്ത്. ഇനി ഒരു 4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അത് ഓപ്ഷനിലാണ്. ചേർത്ത് കൊടുത്താണെങ്കിൽ ഒന്നുകൂടി ഒരു ടേസ്റ്റാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്. നന്നായിട്ട് വിട്ട് വരുന്ന വരെയാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാൻ്റെ സൈഡിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ടൈമിൽ നമുക്ക് കാഷ്യൂ ഒന്ന് ഇട്ട് കൊടുക്കാം. കാഷ്യൂ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് ആവാൻ വേണ്ടിയിട്ടാണ്. ഇട്ട് നന്നായിട്ട് ഒന്നുകൂടെ അങ്ങനെ ഇളക്കിയെടുക്കാം. അപ്പോൾ നന്നായി സൈഡിൽ നിന്നൊക്കെ വിട്ടിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ചൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇത് കൂടുതൽ നേരം ഇടുന്തോറും അതിങ്ങനെ കളർ ഇങ്ങനെ ഒന്നുകൂടെ ബ്ലാക്ക് ആയിട്ട് വരും. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അതും ഞാൻ വിട്ടുപോയി ഒരു പാത്രം എടുത്തിട്ട് അതിന് കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ട് കുറച്ച് കാഷ്യൂ ഇട്ട് കൊടുക്കാം. അതിൻ്റെ മേലേക്ക് നമുക്ക് ഈ ഹൽവയുടെ ഒരു മിക്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ലെവലാക്കി കൊടുക്കാം. ഒരു ഗ്ലാസ് വെച്ചിട്ടോ ഒരു പാത്രം വെച്ചിട്ടോ ഒന്ന് ഷേപ്പാക്കി കൊടുക്കാം. അപ്പോൾ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 1/2-3/4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്ന് തണുത്തിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 1/2-3/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് ഷേപ്പ് ഒന്ന് ഇതായിട്ടുണ്ട്, പക്ഷേ ടേസ്റ്റിന് ഒരു മാറ്റമില്ല. നല്ല ടേസ്റ്റാണ്. നല്ല സോഫ്റ്റാണ്. ഹൽവയുടെ ആ ഒരു വലിവൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റുമാണ്. പഴത്തിൻ്റെ ആ ഒരു പുളിപ്പൊന്നും വരാതെ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക തന്നെ വേണം.
പഴമൊക്കെ നമുക്ക് കറുത്തിട്ട് തൊലിയൊക്കെ കറുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഉണ്ടാക്കാവുന്നതാണ്. കുറച്ച് നാളൊക്കെ ഇരിക്കുകയും ചെയ്യും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളുമാണ്, എന്നാൽ ടേസ്റ്റുമാണ്. നല്ല വലിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. വൈറ്റ് എള്ളുണ്ടെങ്കിൽ അതുകൂടെ ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.